real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ മധ്യത്തിൽ വളർന്ന കാടുകളും പ്രളയമാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. നവീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ ഇതിന്റെ പിറകെ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങൾ കളക്ടറെ കാണാൻ പോയി, തിരുവനന്തപുരത്ത് പോയി, എല്ലാം പല ഭാഗങ്ങളായിട്ട് മാഷെല്ലാം വിശദീകരിച്ചതാണ്. ഞങ്ങളിതെല്ലാം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് കളക്ടറിൽ നിന്ന് അനുമതി കിട്ടി. ഞങ്ങൾ ഈ നവീകരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ 2 പഞ്ചായത്തും കൂടി ചേർന്ന് അതിലെല്ലാ മെമ്പർമാർക്കും 2 പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ എല്ലാം അവരാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് അളന്ന് നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തരികയും നമ്മളതുമായി ബന്ധപ്പെട്ട് കളക്ടറെടുത്ത് പോയി പ്രത്യേക അനുമതി നേടി നമുക്കത് കിട്ടി എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇനി ഈ നാട്ടുകാരുടെ കാര്യം കൂടുതലായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അവരാണ് നമ്മളെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ ഒരു നവീകരണമായി മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമായിട്ട് അവരാണ് നമ്മളടുത്ത്, നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് ഇതിൻ്റെ ആഗ്രഹമായിട്ട് നമ്മുടെ മുന്നിൽ വന്നതും. 10 വർഷത്തോളമായി കരിമ്പുഴയുടെ മധ്യത്തിൽ കാട് വളരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സംരക്ഷിത വനത്തിന് സമാനമായ അവസ്ഥയിലാണ് മുളങ്കൂട്ടം ഉൾപ്പെടെയുള്ള കാടുകൾ പുഴമധ്യത്തിൽ വളർന്നിട്ടുള്ളത്. 2019 പ്രളയത്തിൽ ഇവിടെയുള്ള കാടുകളിൽ വന്നടിഞ്ഞ ചെളിയും മറ്റും കാടുകൾ കൂടുതൽ വളരാൻ കാരണമായി. കരുളായി വനത്തിൽ നിന്ന് വരുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഇടത്താവളമാവുന്ന ഈ കാട് മദ്യം മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സ്ഥിരം കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കൂടാതെ കരുളായി പാലത്തിന് ചേർന്ന് വളർന്ന മരങ്ങൾ പാലത്തിന് ഭീഷണിയാവുന്നതോടൊപ്പം വരുന്ന വർഷക്കാലത്ത് 2 പഞ്ചായത്തിന്റെയും പുഴയോരത്തെ ഗ്രാമങ്ങളിൽ പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനുമുള്ള സാധ്യതയും ഏറെയാണ്. ഒരാൾക്ക് മുകളിൽ ഉയരത്തിലാണിപ്പോൾ പുഴയിൽ മണ്ണ് വന്നടിഞ്ഞിട്ടുള്ളത്. ഇവയെല്ലാം പരിഗണിച്ചാണ് പുഴമധ്യത്തിലെ കാടും പ്രളയമാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ആവശ്യവുമായി മൂത്തേടം കരുളായി പഞ്ചായത്തുകൾ രംഗത്ത് വന്നത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ലാൻഡ് റവന്യൂ കമ്മീഷണർ, റവന്യൂ സെക്രട്ടറി എന്നിവർക്കടക്കം പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ വിഷയവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർക്കുകയും വിവിധ വകുപ്പ് പ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അന്ന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ പുഴമധ്യത്തിൽ വളർന്ന കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി റവന്യൂ സെക്രട്ടറിയെ കണ്ടു, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറെ കണ്ടു. പിന്നീട് നമ്മൾ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് പ്രത്യേക രീതിയിൽ നിവേദനം കൊടുത്തതിൻ്റെ ഫലമായിട്ട് കരിമ്പുഴ നവീകരിക്കാനുള്ള ചുമതല മൂത്തേടം കരുളായി പഞ്ചായത്തുകളെ ഏൽപ്പിക്കുകയും അതിനുവേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേൽനോട്ടവും ഈ 2 പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാരെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ നമുക്ക് ഫണ്ട് അനുവദിച്ചു കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിൻ്റെ മണ്ണെല്ലാം മാറ്റി പുഴയുടെ 2 സൈഡിലേക്ക് അരികിലേക്ക് മണ്ണ് മാറ്റുകയാണ്. അതിനാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു കാടുവെട്ടൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ ബാക്കി പ്രവർത്തനം മഴയ്ക്ക് മുമ്പ് തന്നെ പുഴ നവീകരിക്കുക, പുഴയുടെ സ്വാഭാവിക ഒഴുക്കുണ്ടാകുക എന്നാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഇതിൽ സഹകരിച്ച എല്ലാവരെയും വലിയ സന്തോഷത്തോടും നന്ദിയോടുകൂടി. 2ാം ഘട്ടത്തിൽ പ്രളയമാലിന്യങ്ങളായ മണ്ണ് ഉൾപ്പെടെയുള്ളവ പുഴയിൽ നിന്ന് നീക്കം ചെയ്യും. പുഴയെ വീണ്ടെടുക്കാനുള്ള 2 പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കരിമ്പുഴ സംരക്ഷണ സമിതി അംഗം മുജീബ് കോയ പറഞ്ഞു. കരുളായി പാലങ്കര പുഴയാണിത്. ഇപ്പം ഈ പുഴ പ്രളയത്തിൽ മണ്ണും മെക്കലൊക്കെ വന്ന് കാട് മൂടി കിടക്കാണ്. ഇപ്പം 2 പൊക്കത്തിൽ വലിയ കാടായിട്ടുണ്ട്. അപ്പോൾ പുഴൻ്റെ ഒഴുക്കിന് തടസ്സമായിട്ടാണ് ഈ കാടുകളൊക്കെ നിൽക്കുന്നത്. കരുളായി മൂത്തേടം പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഈ കാട് വെട്ടി അതോടൊപ്പം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് പുഴ സംരക്ഷണ സമിതിയുടെ എല്ലാവിധ ആശംസകളും. പ്രദേശവാസികൾക്കുൾപ്പെടെ ഉപകാരപ്രദമാവുന്ന ഈ പ്രവൃത്തിക്ക് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാവുമെന്ന് നാട്ടുകാരും പറഞ്ഞു. വലിയ ഒരു കരയാണ് ഇപ്പോൾ ഈ നടുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 പഞ്ചായത്തുകാർ കൂടി ഇതൊന്ന് മാറ്റാൻ അനുമതി എന്ന് അവരത് മുന്നിട്ട് ഇറങ്ങി. അത് വളരെ ഞാനിവിടെ ഒരു അയൽവാസിയാണ്. പുഴയുടെ ഏറ്റവും അരികെ താമസിക്കുന്നതാണ്. ഈ പുഴയുടെ ഓരോ മണ്ണ് കയറുന്നത് ഞങ്ങൾ മുന്നിൽ നിന്ന് കാട് കയറുന്നതും എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ എത്രയും പിടിയിൽ വേണ്ട നടപടി എടുത്തിട്ട് ഈ കാടും മണ്ണും എല്ലാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് മാറ്റുന്നതിന് അവർ ചെയ്ത അവരുടെ ആ പ്രവർത്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് മുന്നോട്ട് അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും. കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, കരുളായി പഞ്ചായത്ത് മെമ്പർ മുണ്ടോടൻ സലീം, മൂത്തേടം പഞ്ചായത്ത് മെമ്പർ രാജു മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.